പിന്നെ ഈ നബിദിനാഘോഷത്തിന്റെ ചില ആളുകൾ ഒരു പ്രത്യേകമായൊരു ഇബാദത്തായി ആരെങ്കിലും പരിഗണിക്കുകയും അതിനൊരു ഇബാദത്തായി കാണുകയും ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് തശ്രീയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 വലിയ മഹത്വമുള്ള ദിവസമാണ് എന്ന് ചില ആളുകളൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയണമെന്ന നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 12 11 ഇല്ലാത്ത ഒരു പ്രതിഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിനുണ്ട് എന്നോ, അല്ലെങ്കിൽ 11 ചെയ്യാൻ സുന്നത്തില്ലാത്തൊരു കാര്യം പ്രത്യേകമായ സുന്നത്താണ് 12 എന്നോ, ഇതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ പ്രത്യേകമായ തശ്രീകളാണ്, അത് പുതിയതുണ്ടാക്കലാണ്, അത് ബിദ്അത്ത് മുൻകറത്തിന്റെ ഇനത്തിൽപ്പെടും. തങ്ങൾ വഫാത്തിനോട് അടുത്ത സമയത്ത് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ദുആ ചെയ്ത കൂട്ടത്തിൽപ്പെട്ടതാണ് അലാ ഖൗമിൻ ജഅലു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഇങ്ങനെ ഹദീസിന്റെ തുടക്കം. ഒരു ഖൗമ് എന്ന് പറഞ്ഞാൽ അഹ്ലു കിതാബുകളാവുന്ന യഹൂദി നസാറാക്കൾ, അവരുടെ മേൽ അള്ളാഹുവിന്റെ കഠിനമായ കോപമുണ്ട്. എന്തുകൊണ്ട്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ഈ പൂർവികരാകുന്ന യഹൂദികളും നസാറാക്കളും അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളിൽ പോയി സുജൂദ് ചെയ്യാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. ഖബർമൽ നിസ്കരിക്കലും ഖബറിനേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കലും ആവുന്ന ഖുബൂറിനെ മസാജിദാക്കുന്നതുണ്ട്. എന്നിട്ട് പൂർവ്വ സമുദായങ്ങളൊക്കെ അവരുടെ സമുദായങ്ങൾ ആ അമ്പിയാക്കന്മാരുടെ ഖബറിങ്ങൾ പെന്ന് മസാജിദാക്കി ഖബറിലേക്കോ ഖബറിന് മുകളിലോ സുജൂദ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്റെ ഖബർ ഒരിക്കലും അങ്ങനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുതേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്തു. ആ ദുആ മഖബൂലാണ്. എല്ലാ അമ്പിയാക്കന്മാരും അല്ലാഹു സ്വീകരിക്കും. പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയാൻ കിടക്കുന്ന അവസാന നിമിഷത്തിൽ ഖൽബിൽ തട്ടിക്കൊണ്ട് ചെയ്ത ദുആണ്, പടച്ചവനെ മുൻഗാമികളായ അമ്പിയാക്കന്മാരെ ഖബറിൽ ചെന്ന് ആരാധന ചെയ്ത് സുജൂദ് ചെയ്തതുപോലെ എന്റെ ഖബറിനെ ആരാധനാലയമാക്കരുത് അല്ലാഹുവേ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുആ ചെയ്ത ആ ദുആ മഖബൂലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഖബറിന്മേൽ സുജൂദ് ചെയ്തതോ ആ ഖബറിന്റെ അടുത്ത് നിന്ന് അതിലേക്ക് അഭിമുഖമായി ഖിബിലയാക്കി സുജൂദ് ചെയ്യുകയോ ചെയ്യുന്ന സംവിധാനം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ആയിഷ ബീവിന്റെ റൂമിന്റെ ഉള്ളിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖബർ. ഒരു തുറന്നു കൊടുത്തെങ്കിലല്ലേ എന്റെ ഉള്ളിൽ കിടക്കാൻ കഴിയുള്ളൂ. ഒരാൾക്കും ആ ഖബറിന്മേൽ സുജൂദ് ചെയ്യാൻ കഴിയൂല. എന്നോട് പറയൂ, മദീനത്തിന്റെ താക്കോല് സെൽഫിന്റെ കയ്യിലുള്ളത് അത് ശരിയാണ്? അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ടാണ് അവർ കയ്യിൽ കൊടുത്തത്. കാരണം ആ താക്കോലിനകത്ത് സെൽഫി അല്ലാണ്ട് ഒരു സുന്നീന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു പൊടി മണ്ണും ഉണ്ടാവൂലേ, നക്കിയിട്ടും ബാധിയിട്ടും ആരും വിടൂലായിരുന്നു. അത് ഉള്ളതുകൊണ്ട് അവിടെ സിയാറത്ത് ശരിക്കും നടന്നു പോകുന്നുണ്ട്. മലയാളത്തിൽ ഖുതുബ നടത്തുന്ന പള്ളികളിൽ ജുമാ നമസ്കരിക്കാമോ? കൊറ്റൈ സയ്യിദ് മുഹമ്മദ് എടത്തുരുത്തിയിൽ നിന്നും ചോദിച്ചിരിക്കുന്നു. മലയാളത്തിൽ ഖുതുബ നടത്തുന്ന പള്ളികൾ ജുമാ നിസ്കരിക്കാമോ എന്നാണ്. ഖുതുബ എന്ന് പറയുന്നത് അതിന്റെ ഫർള് അറബി ഭാഷയിലായിരിക്കണം എന്നതാണ്. അപ്പൊ ഖുതുബയിൽ നിർബന്ധമായ അൽഹംദുലില്ലാ പോലെയുള്ള സലാത്ത് പോലെയുള്ള കാര്യങ്ങൾ അറബിയിൽ പറയുന്ന പള്ളികളാണെങ്കിൽ കുഴപ്പമില്ല. അത് അറബിയിലായിരിക്കേണ്ടുന്ന ഖുതുബയുടെ നിർബന്ധ ഭാഗങ്ങൾ അറബിയിൽ തന്നെ അവതരിപ്പിക്കണം, എങ്കിലേ ആ ഖുതുബയാവൂ. നിസ്കാരം നമുക്ക് മലയാളത്തിലാക്കാൻ കഴിയില്ല, അത്തഹിയാത്ത് മലയാളത്തിലാക്കാൻ കഴിയില്ല, ബാങ്ക് മലയാളത്തിലാക്കാൻ കഴിയില്ല എന്നതുപോലെ ഖുതുബയും മലയാളത്തിലാക്കാൻ കഴിയില്ല. നിർബന്ധമായ കാര്യങ്ങൾ അറബിയിൽ തന്നെ പറയണം. റസൂലുള്ളാഹിന്റെ ഖബറിൽ ദൂരെ നിന്നിട്ട് അതോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടകരുത് എന്ന് ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. സുന്നത്തു സാലിഹീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതകൂടെ ഗുരുത്തത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ, നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞ വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണം. നബി സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമത് ശിർക്ക് ബില്ലാഹ്, അല്ലാഹുവിനെ ശിർക്ക് ചെയ്യലാ.
അള്ളാഹ്ക്ക് പോലും പൊറുക്കാത്ത നേർച്ചകൾ ചെയ്യുന്നവരെ, മഹാന്മാരായ ഔലിയാഇന്റെ സ്വഹാബിന്റെ ഖബറുകളിൽ പോയി ആ ഖബറുകളിൽ കെട്ടിവീണ് സുജൂദ് ചെയ്യുന്നവരെ, ആ ഖബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ, ആ ഖബർ തൊട്ടുമുട്ടുന്നവരെ, നമുക്കതിന് അല്ലാഹു അനുവദിച്ചിട്ടില്ല മോനെ. അല്ലാഹുവിന് മുമ്പിൽ അർപ്പിക്കേണ്ട ആരാധന. സിയം എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ സ്റ്റേജിൽ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം. പറയണം ഇത് മഹ്ലൻ കുഫ്റാൻ. പറയണം ഇത് മഹ്ലൻ കുഫ്റാൻ. അമൽ ഹാലിയ നമ്മൾ പണ്ട് ഒരു മര്യാദ ശരീരത്തിനെ പണ്ട് തീർത്തിരുന്നല്ലോ, ഒരു പൈസന്റെ അതിന്റെ പോലാണ്. ഒരു ഷെയ്ഖിന് ചില ഹാലത്തുണ്ട്, അല്ല ഷെയ്ഖിന് ചില ഹാലത്തുണ്ട്, അത് ശറാന്ന് നോക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കൂട്ടർ. രണ്ടാമത് അമൽ ഔലിയായിയ, ഔലിയാക്കളാന്ന് ഞാൻ പറഞ്ഞു. ഔലിയാക്ക് വായിക്കാൻ പറഞ്ഞ ഔലിയായിയ എന്നൊരു കൂട്ടർ. അവരെന്താണ് അവരുടെ സ്വഭാവം? ഫൈനഹും യഖൂലൂന, അവർ വാദിക്കുന്നു ഇദാ വസലൽ അബ്ദു ഇലാ മർത്തബത്തിൽ ഔലിയായി, ഒരാൾ ഔലിയാക്കളെ മർത്തബയിലേക്ക് അങ്ങ് കയറിയാല് സഖത്തത് അൻഹു തകാലിഫു ശർഈ, പിന്നെ അയാൾക്ക് ശർഈന്റെ നിയമമൊന്നുമില്ല, പിന്നെ നിസ്കരിക്കണമെന്നില്ല, പിന്നെ നോമ്പെടുക്കണമെന്നില്ല, പിന്നെ പെണ്ണുങ്ങൾ പിടിക്കുന്നതിന് കുഴപ്പമില്ല, അങ്ങനെ ശർഈന്റെ നിയമമൊന്നുമില്ല എന്ന് വാദിക്കുന്നവര്. യഖൂലൂന, അവർ ഇതും കൂടി പറയുന്നുണ്ട്, അൽ വലിയു അഫ്ളലു മിനൻ നബിയ്യീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നബിയെക്കാളുള്ള ബഹുമാനമുണ്ട് വലിയന്. പിന്നെ ഇൽമൻ നബി വാസത്തത്തി ജിബ്രീൽ അലൈഹിസ്സലാം, നബിയുടെ ഇൽമ ജിബ്രീൽ മുഖേനയുള്ളതല്ലേ. ഇൽമുൽ വലിയ്യി ബിഗൈരി വാസത്തത്തി ജിബ്രീൽ, ജിബ്രീൽ മുഖേനയുള്ള ഡയറക്റ്റ് ഉള്ളതാണ് നമ്മളെ വലിയിൻ്റെത് എന്നാണ് അവരുടെ വാദം. ഇതും കുഫ്റാണ്.